എന്നുള്ളത് നിലവാരത്തിൽ തന്നെ ഇപ്പോഴും നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ബാക്കി മറ്റു മേഖലകളിലെല്ലാം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഏതാണ്ട് കഠിനംകുളം ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ ബെൽറ്റിൽ വന്നപ്പോൾ ചിറയിൻകീഴ് പരാജയപ്പെടുന്ന സാഹചര്യം വന്നത്. നിയമം അവസാനം മന്ത്രി തന്നെ പറഞ്ഞല്ലോ, 3 വോട്ടുള്ളിടത്ത് 25,000 രൂപയാണ് അവിടെ കൊണ്ടുപോയി നൽകിയത്. പണം ഏതു രൂപത്തിൽ എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധനയൊന്നും ഇനി വരാൻ വേണ്ടി സാധ്യതയില്ല. പക്ഷെ അത് ഭാവിയിലെ രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാശിന്മേലുള്ളൊരു കളിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ കേരളമാണ് അതിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു സ്റ്റേറ്റ്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം നേരത്തെ തന്നെ ഇത്തരം ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അത് ബിജെപിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അത് വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സാഹചര്യം. പൊതുവിൽ UDF തരംഗം എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. 103 സീറ്റുകളിലാണ് UDF ഇപ്പോൾ ഏതാണ്ട് ഫലങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും 103 സീറ്റുകളെ മുന്നിട്ട് നിൽക്കുകയാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. UDFന്റെ പ്രധാനപ്പെട്ട മുഖങ്ങൾ എല്ലാവരും തന്നെ വിജയിച്ചു കയറിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനിടയിലും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി CPMന്റെ ലേബലിൽ മത്സരിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് ഇത്തവണ മറുകണ്ഠം ചാടി UDFന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തി മാറ്റുരച്ചുവെങ്കിലും അതിശക്തമായ പോരാട്ടം, വലിയ വെല്ലുവിളിയാണ് അവിടെ KN ബാലഗോപാലിന് ഐഷ പോറ്റി ഉയർത്തിയത് എന്നതിൽ തർക്കമില്ല. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുകാരിയായിരുന്ന സ്ഥാനാർത്ഥിയാണ് BJPക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയത്. ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിത്വമായിരിക്കാം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് തിരിച്ചടി സൃഷ്ടിച്ചത് എന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, അവിടെ വിജയപരാജയങ്ങൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി പരാജയപ്പെട്ടു പോകുന്നു. കോൺഗ്രസിന്റെ മറ്റൊരു പരീക്ഷണം അവിടെ പരാജയപ്പെടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴിതാ സുധീർ കരമന 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി തിരുവനന്തപുരത്ത് എന്നതാണ്. CP ജോൺ ആണ് അവിടെ വിജയിച്ചു കയറിയത്. അവിടെ കരമന ജയൻ വലിയ മുന്നേറ്റം ആണ് തിരുവനന്തപുരത്ത് നടത്തിയത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായി. നിലവിൽ BJPക്ക് 2 സീറ്റുകൾ ആണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് നേമത്താണ്. നേമം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് O രാജഗോപാലിലൂടെ ആയിരുന്നു. അത് നേമത്തായിരുന്നു. ആ നേമം ഇത്തവണ ഒരു അപ്ഡേഷൻ ഇതാ. ഗണേഷ് കുമാർ തോറ്റു. KB ഗണേഷ് കുമാർ തോറ്റു. പത്തനാപുരത്ത് 8310 വോട്ടുകൾക്കാണ് KB ഗണേഷ് കുമാറിനെ തോൽപ്പിച്ച കോൺഗ്രസിലെ ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ നിയമസഭയിലേക്ക് ആദ്യമായി കയറാൻ പോകുന്നത്. ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തിന്റെ പുതിയ MLA ആണ്. ജ്യോതികുമാർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.